അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദരിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. പഞ്ചമഹാശാസ്താക്ഷേത്രങ്ങളിലെ 4 മഹാക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇതിനു മുമ്പത്തെ 2 എപ്പിസോഡുകളിൽ നമുക്ക് നൽകാൻ സാധിച്ചത്. ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളുന്നത്. ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന നിത്യപാരായണത്തിന് ഉതകുന്നതായ ഗ്രന്ഥം ഏതാണ്ട് 50 വർഷം മുമ്പ് ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിപ്പോയിട്ടുള്ള പുസ്തകം, ആ പുസ്തകത്തിൻ്റെ വിശദീകരണം അത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അയ്യപ്പ ഭാഗവതം പോലെ, അയ്യപ്പ ഗീത പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട ആത്മജ്ഞാനത്തിന് ഉതകുന്നതായ ഗ്രന്ഥമാണ് ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന വസ്തുത ഓർമ്മിക്കുക. അതിലെ 9ാമത് അധ്യായത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ജനന മരണമെനിക്കകന്നിടുവാൻ നന്മയോടാശിഷം നൽകണം, പിന്നെയും മോക്ഷപ്രാപ്തി ലഭിക്കുവാനുള്ള മാർഗം ആരായുകയാണ് പന്തളത്തരൻ. അയ്യപ്പസ്വാമിയോട് ചോദിക്കുന്നത്, എനിക്ക് ഈ ജന്മവും മരണവും ഇനി വയ്യ, എനിക്കത് ആവശ്യമില്ല, ഞാൻ അങ്ങയുടെ പദാന്തീർത്ഥത്തിൽ വിലയം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജന്മമരണ ദുഃഖങ്ങൾ അകലുവാൻ വേണ്ടിയിട്ട് ഏത് തരത്തിൽ എനിക്ക് മാർഗം ലഭ്യമാകാൻ സാധിക്കും? അതിനുത്തരമായിട്ട് ഭഗവാൻ വ്യക്തമാക്കി കൊടുക്കുന്നത്, ജന്മമരണ ദുഃഖങ്ങൾ അകലുവാൻ കർമ്മനാശം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ. അവിടെ ആഗതനായിരുന്ന അഗസ്ത്യ മഹാമുനി മണികണ്ഠസ്വാമിയുടെ ആദരവോടുകൂടി പറഞ്ഞു, ഇത് അങ്ങ് തന്നെ പന്തളത്ത് രാജാവിന് നൽകുക. ഈ തത്വോപദേശം നാളെ ഭൂതനാഥ ഗീതയായി ലോകമെമ്പാടും അറിയപ്പെടും എന്നിങ്ങനെ പറഞ്ഞിട്ട് അഗസ്ത്യർ യാത്രയായി. മധ്യാഹ്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സ്വർണസിംഹാസനത്തിൽ മണികണ്ഠകുമാരനെ ഇരുത്തി ചുറ്റും പുലിത്തോലിൽ രാജാവും മന്ത്രിമാരും പൗരപ്രമുഖരും ഒക്കെ ഇരുന്നു. അപ്പോൾ അവിടേക്ക് രാജ്ഞിയും മന്ത്രിയും മറ്റുള്ള ചിലരും വന്നെത്തി. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവരെ നോക്കി സ്വാമി പറഞ്ഞു, എന്തിനാണ് കരയുന്നത്? എന്നെ വധിക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാത്തതാണോ നിങ്ങളുടെ സങ്കടത്തിന് കാരണം എന്ന് ചോദിച്ചിട്ട് തുടർന്ന് മണികണ്ഠസ്വാമി പറഞ്ഞു, നിങ്ങളുടെ പ്രവൃത്തി ദേവകാര്യാർത്ഥം ആയതിനാൽ ചെയ്തതിലെ പാപഭീതി ഒട്ടും വേണ്ട. എങ്കിലും മേലിൽ ഇത്തരം പ്രവൃത്തികൾ ചിന്തയിൽ പോലും കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുക. അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിപ്പോൾ പറഞ്ഞു തരാം. കർമ്മം നശിപ്പിച്ചിടാതെ ധരണിയിൽ ജന്മം നശിപ്പിക്കുവാൻ തുനിയുന്നതും ജന്മവും കർമ്മവും ഓർത്ത് കണ്ടിടുകിൽ ചേർമേ ഗുളവും മധുരവും പോലെയാണ്. ജന്മവും കർമ്മവും എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ശർക്കരയും മധുരവും പോലെയാണ്. കാരണം പരസ്പരം വേർതിരിക്കാൻ കഴിയില്ല. ശർക്കരയിൽ നിന്ന് നമുക്ക് മധുരത്തെ മാത്രം മാറ്റിയെടുക്കാം എന്ന് വിചാരിച്ചാൽ ശർക്കരയില്ലാതെ നമുക്ക് ഒരു കാരണവശാലും മധുരത്തെ
മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ശർക്കര ഇല്ലാതെയൊട്ട് മധുരം അനുഭവപ്പെടുകയുമില്ല. അതുപോലെ ജന്മം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ബാക്കിയാണ്. കർമ്മമുണ്ടെങ്കിൽ ജന്മമുണ്ട്. അപ്പോൾ എന്താ മാർഗം? ഒന്നേ മാർഗമുള്ളൂ, കർമ്മത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യതിചലിക്കാനായിട്ട് സാധിക്കാൻ ശ്രമിക്കുക. ജന്മത്തിൽ നിന്ന് കർമ്മത്തെ വേർപെടുത്താനോ കർമ്മത്തിൽ നിന്ന് ജന്മത്തെ വേർപെടുത്താനോ യാതൊരു കാരണവശാലും സാധ്യമല്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? ആകെയുള്ള മാർഗം ജന്മം, കർമ്മം ഇത് രണ്ടും പൂർണ്ണമായി ആ ബോധ്യപ്പെടണമെങ്കിൽ ഉള്ള മാർഗം മനസ്സ് ബ്രഹ്മത്തിൽ ലയിപ്പിക്കുക എന്നത് മാത്രമാണ്. കർമ്മം നശിക്കണം എങ്കിലോ മാനസം നിർമ്മല ബ്രഹ്മണി ചെന്ന് ലയിക്കണം. നിഷ്കാമമായിട്ട് ചെയ്തുകൊണ്ടിടുന്ന സൽക്കർമ്മമെല്ലാം പരോപകാരാർത്ഥമാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും അത് ശാശ്വതമായി പരോപകാരാർത്ഥമാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മനസ്സിന്, എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും സാധാരണ നിലയിൽ വരുന്നത് നമ്മൾ ഫലം ഇച്ഛിച്ചാണ് ഏത് പ്രവൃത്തിയും ചെയ്യുന്നത്. ഒന്നുകിൽ പേരിന് വേണ്ടിയാവാം, പ്രശസ്തിക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകാരങ്ങൾ തനിക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടാവാം. അതാണ് ആ തരം പ്രവൃത്തികൾ ചെയ്യുന്നതാണ് കർമ്മ അഭിവാഞ്ചയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തികൾ. കർമ്മ അഭിവാഞ്ചയോടുകൂടി ഇല്ലെങ്കിൽ കർമ്മഫലം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്താൽ ആ ചെയ്യുന്ന പ്രവൃത്തികൾ തീർച്ചയായിട്ടും നമ്മെ ഒരു കാരണവശാലും ബ്രഹ്മത്തിൻ്റെ സമീപത്തേക്ക് പോലും അടുക്കാൻ സമ്മതിക്കുകയില്ല എന്നോർമ്മിക്കുക. മനസ്സ് ശാശ്വതമായി ബ്രഹ്മത്തിൽ ലയിച്ചാൽ മാത്രമേ കർമ്മം നശിക്കുകയുള്ളൂ. കർമ്മഫലം ഇച്ഛിക്കാതെയുള്ള പ്രവൃത്തി മാത്രമേ ശാശ്വതമായി ശേഷിക്കുകയുമുള്ളൂ. ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറഞ്ഞു തരണം ഭവാൻ എന്ന് രാജാവ് ആവശ്യപ്പെട്ടു. ബ്രഹ്മത്തിൽ മനസ്സ് ലയിക്കാനുള്ള മാർഗവും രാജാവ് മണികണ്ഠസ്വാമിയോട് പ്രാർത്ഥിച്ചു. ആദിമധ്യാന്തവിഹീനം പരാൽപരം മേദിനിനാഥ സ്വയം ജ്യോതിരവ്യയം നിർഗുണം കാലദേശാദി വിവർജിതം ചിൽഖനം നിത്യമെന്നോർക്കമഹീപതേ. ആദിമധ്യാന്തരഹിതമായുള്ള ചൈതന്യം സ്ഫുരിക്കുന്ന ഗുണരഹിതമായ കാലദേശാധിപത്യവർത്തിയായിട്ടുള്ള പരമസത്യം ഏതാണോ, പൂർണ്ണത എന്നത് കണ്ടെത്താൻ കഴിയുന്നതെന്തോ അതാണ് പരബ്രഹ്മം. ഇപ്രകാരമുള്ള പരമാത്മ ചൈതന്യമല്ലാതെ മറ്റൊന്നും ശാശ്വതമായി ഈ പ്രപഞ്ചത്തിൽ കാണാനായി കഴിയില്ല. ഭൂമിയിലില്ല, പ്രപഞ്ചത്തിലുമില്ല. നീയും ഞാനുമെല്ലാം അത് തന്നെയാണ് വേദവാക്യങ്ങളും വിശദമാക്കുന്നത്. അത് തന്നെയാണെന്ന് 4 മഹാവാക്യങ്ങൾ പരിശോധിക്കുക. അത് തന്നെ. തങ്കത്താൽ നിർമ്മിതമായിട്ടുള്ള വളങ്ങൾ, മോതിരങ്ങൾ, പാദസരങ്ങൾ, കിങ്ങിണികൾ എന്നിവയ്ക്ക് ഇതുപോലെയുള്ളവയ്ക്ക് അത് സാധനങ്ങൾ എന്ന് പേര് പറയും. അപ്പം കിങ്ങിണിയെ കൊണ്ട് അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ വളയാവാം, അരഞ്ഞാണമാവാം, കുരിസാവാം. പക്ഷേ ഈ വസ്തുക്കളെല്ലാം ചേർത്തുരുക്കി ഒരു തങ്ക കട്ടിയാക്കിയാൽ അതിന് മോതിരമെന്നോ പാദസരമെന്നോ അരഞ്ഞാണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. യാതൊരു പേരും അതിന് പറയില്ല. അത് കേവലം തങ്കം മാത്രമാണ്. അപ്പോൾ നാം വ്യക്തമായും അറിയേണ്ടുന്നത് ജീവാത്മാക്കൾക്ക് ആത്യന്തികമായി ചെന്നെത്തേണ്ടിയ ഇടമാണ് പരമാത്മ ചൈതന്യം. നമുക്ക് ചുറ്റും ഗോചരീഭവിക്കുന്നത് ഒന്നും ഉള്ളതല്ല, എല്ലാം മായയാണെന്നറിയുക. അതുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് തോന്നുന്നത് ആ തോന്നൽ മാത്രമായിരുന്നുവെന്നും അത് ഇല്ലാത്തതാണെന്നുമുള്ള പൂർണ്ണ ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. ഈ മായയിൽ ഉണ്ടെന്ന് തോന്നിച്ചതൊക്കെ അവസാനിക്കുന്നത് ബ്രഹ്മത്തിലാണ്. ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനോടൊപ്പം മായയും ഉണ്ടെന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമല്ലേ? ബ്രഹ്മവും മായയും പരസ്പര വിരുദ്ധങ്ങളാണ്. പക്ഷേ എന്ന ഈ നിർബന്ധ ചോദ്യത്തിന് ഭഗവാൻ ഇപ്രകാരം മറുപടി നൽകി. അങ്ങനെ ചിന്തിക്കുമ്പോൾ
ദ്വൈതം ശരിയെന്നും അദ്വൈതം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നും തോന്നുന്നതിനെ കുറ്റം പറയാൻ സാധിക്കുമോ? കർമ്മമാമെന്നുള്ളത് അജ്ഞാനം പൂർണ്ണവും സന്മത്തെ കേട്ടിയിടുക ആദിയില്ലാത്തതും. കർമ്മം എന്നുള്ളത് അജ്ഞാനപൂർണമായതാണ്, അത് ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് കർമ്മമുള്ളതായി നമുക്ക് തോന്നുന്നു. ഒരിക്കലും നാശമില്ലാത്ത എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മത്തിന് മാത്രമാണ് നാശമില്ലാത്തത്. മായ നാശമുള്ളതാണ്, നശിക്കുന്നതാണ്. ഇപ്രകാരം ശേഷിക്കുന്നത് എന്തെന്ന് ബോധ്യപ്പെട്ടു വരുമ്പോൾ നാശരഹിതമായ ഏകവസ്തു ബ്രഹ്മം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. അതാണ് അദ്വൈതം. അദ്വൈതം എന്നാൽ രണ്ടല്ലാത്തത്, ദ്വൈതം അല്ലാത്തത് ഒന്ന് മാത്രം, അദ്വൈതം. പഞ്ചഭൂതങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ബോധ്യമാകുന്നത് എന്തൊക്കെയോ അതിലെല്ലാം ഞാനെന്ന ഭാവം അഥവാ അഹങ്കാരം ജനിച്ചിരിക്കുന്നതായും ഞാനെന്ന ഭാവമില്ലാത്ത ഒരു ജീവനെയും നമുക്ക് ദർശിക്കാൻ ഈ പ്രപഞ്ചത്തിൽ സാധ്യമല്ല. ഞാനെന്ന അഹങ്കാരം അപ്പോൾ ജനിക്കുന്നു, നൂനം അത് തന്നെ മായയും നിർണയം. ഞാനെന്ന അഹമ്മതിയില്ലാത്ത ദേഹിയെ കാണുകയില്ലോരു ലോകത്തിലും വിഭോ. മായ എന്നുള്ളത് ഒരു സാധനമല്ല, അതൊരു വികാരം താൻ അറിയണം. ഞാനഹോ ദുഃഖി സുഖി എന്ന അഹമ്മതിയാകുന്നതാദിയാം മായ എന്നോർക്കണം. എന്നുടെ കാൽ കരം എന്നുടെ നന്ദനൻ എന്നിങ്ങനെ സൂക്ഷ്മതത്വമോർത്തിടുകിൽ. ഞാനെന്നതൊരു വസ്തുവല്ലില്ലിതു ബ്രഹ്മമെന്നൂനം വിധ ധരിക്കാൻ കഴിയും വിഭോ. എൻ്റെ കൈ, എൻ്റെ കാൽ, എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇതിലെ എൻ്റെ 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 നിലനിൽപ്പുണ്ടോ? സ്ഥായിയായതാണോ? അല്ല. സ്ഥായിയായിട്ടുള്ളതല്ല എന്നറിയാമായിരുന്നിട്ടും അതേ അല്ലെങ്കിൽ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതും വിഭ്രാന്തി ജനിപ്പിക്കുന്നതും മായ. മായ സ്വയം ഉണ്ടെന്ന് തോന്നിപ്പിക്കും. കയറിൽ ഇല്ലാത്ത പാമ്പിനെ കണ്ടെത്തുന്നതാണ് മായ. അച്ഛസ്ഫടികപാത്രത്തിൽ ചുവന്നവൂ വച്ചാകിലപ്പോൾ ചുവക്കും അപ്പാത്രവും. അപ്പൂവെടുത്ത് കളഞ്ഞു നോക്കിയിടുകിൽ അല്പവും പാത്രേ ചുവപ്പ് കണ്ടിടുമോ. സ്ഫടികപാത്രത്തിൽ ഒരു ചുവന്ന പൂ വച്ചാൽ ആ പാത്രത്തിന് ചുവപ്പ് നിറം ലഭിച്ചിട്ടുള്ളതായി കാണാം. എന്നാൽ സ്ഫടികപാത്രത്തിൽ നിന്ന് ആ പൂ എടുത്തു കളഞ്ഞാൽ ആ പാത്രത്തിനുണ്ടായ ചുവപ്പ് നിറം അപ്രത്യക്ഷമായതായും കാണാം. അതുപോലെ ബ്രഹ്മത്തിനോട് മായ ചേർന്ന് നിൽക്കുമ്പോൾ ബ്രഹ്മവും മായയും തിരിച്ചറിയാൻ സാധിക്കാത്തത് ജ്ഞാനസമ്പാദനത്തിൽ വന്നിട്ടുള്ള കുറവാണ്. ആത്യന്തികമായി മായ എന്നത് ഇല്ലാത്ത വികാരപരമായ അവസ്ഥ മാത്രമാണ്. ബ്രഹ്മത്തിനെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുക മാത്രമേയുള്ളൂ, അതൊരിക്കലും സംഭവ്യമല്ല. സത്യവും സ്ഥിരവും സ്ഥായിയായതുമായ ഏകം അത് മാത്രം. ഏകം സത് ബഹുധാ വദന്തി. സത്തായിട്ടുള്ളത് അനേകമില്ല, ഒന്നേ ഒന്ന് മാത്രം. വിവരമുള്ളവർ, വിവേകമുള്ളവർ, ബുദ്ധിയുള്ളവർ പറയുന്നു അതെന്ത് എന്ന്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. തത് അധികം ത്വം അധികം അസി തത്വമസി. ഇത് ഉള്ളിൽ വച്ചാൽ ഒന്നും നമ്മളെ സ്പർശിക്കുകയില്ല. പക്ഷേ പഞ്ചഭൂതാത്മകമായ ശരീരം പേറുന്നതിനാൽ നശ്വരമാണ് ഈ ശരീരം എന്ന ബോധ്യം ഇല്ലാത്തതിനാൽ അഹംബോധം ഉടലെടുക്കുകയും മായയാൽ ഗ്രസിക്കപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി നിത്യനും നിരാമനുമായ പരമാത്മബോധം നഷ്ടമാവുകയും മായയ്ക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു. ആൽവൃക്ഷത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ളതല്ല അതിൻ്റെ കായ. പക്ഷേ ഒരാൾക്കായ പഴത്തിൽ കോടിക്കണക്കിന് ആൽവൃക്ഷങ്ങൾ ഉൾക്കൊള്ളുന്നത് പോലെ മായയിൽ വിവിധ കർമ്മങ്ങളുടെ ബീജങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നു. സൃഷ്ടിക്കാലത്ത് പഞ്ചഭൂതങ്ങളോട് വായു, വെള്ളം, ഭൂമി, അഗ്നി, ആകാശം ചേർന്ന് വ്യത്യസ്ത ശരീരങ്ങളായി ഭവിക്കുന്നു. ഈ കൂടിച്ചേരലിൽ പരബ്രഹ്മമൂർത്തി വിരാട് മൂർത്തിയായി ഭവിക്കുന്നു. ആ വിരാട് രൂപമാണ് താനെന്ന്
ശ്രീധർമ്മശാസ്താവ് പന്തളത്തരജനെ അറിയിക്കുന്നു. അതായത് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന സകല വസ്തുക്കളും വന്നു ചേരുന്നതും ലയിക്കുന്നതും എന്നിലാണ്. ആ വിരാട്ടിൽ നിന്നാണ് ത്രിമൂർത്തികളുടെ ആവിർഭാവം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവർ 3 വ്യത്യസ്ത രൂപമാണ് ധരിക്കുന്നത്. അവരുടെ പോർട്ട്ഫോളിയോയാണ് പ്രത്യേകത. സൃഷ്ടി, സ്ഥിതി, സംഹാരം, സാത്വികം, രാജസം, താമസം. സൃഷ്ടിയുടെ കർത്തൃത്വം ബ്രഹ്മദേവനും സൃഷ്ടിക്കപ്പെട്ടതൊക്കെ പരിരക്ഷിക്കുന്ന ചുമതല വിഷ്ണുദേവനും കാലഹരണപ്പെട്ടതൊക്കെ സംഹരിക്കുന്ന ചുമതല മഹേശ്വരനും ഫലം ഇച്ഛിക്കാതെ ഇപ്പോഴും പ്രവൃത്തിപഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കർമ്മം ചെയ്യുന്നത് ലാഭേച്ഛയില്ലാതെ ചെയ്താൽ മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വീണ്ടും ഉള്ള ജന്മത്തിൽ നിന്നും മോചനം നേടി എക്കാലവും ബ്രഹ്മത്തിൽ അഭിരമിക്കാം എന്ന് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ ശ്ലോകത്തിന് സമാനമാണ് ശ്രീധർമ്മശാസ്താവ് ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ പറയുന്നത്. 2 ശ്ലോകങ്ങളെയും നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ചുകൊള്ളൂ. ഭൂതനാഥോപാഖ്യാനത്തിൽ ഭഗവാൻ പറയുന്നു, ചിത്തമാ ബ്രഹ്മത്തിൽ നിർത്തുകിൽ ജന്മങ്ങൾ ഉണ്ടാകയില്ലെന്ന് പിന്നെയും പിന്നെയും വേദം പറയുന്നതോർത്ത് കണ്ടിടുകിൽ വാദിപ്പതിന് വഴിയില്ല തെറ്റുമേ. ബ്രഹ്മവും മായയും തങ്ങളിൽ സംഗമം വന്നത് മൂലം വിചാരിച്ചഹോ വൃഥ വല്ലാതെ ചുറ്റിയുതൽപ്പതേ കാട്ടിലും നല്ലത് ബ്രഹ്മണി ചിത്തമേൽപ്പിപ്പതാം. നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കാതെ അതിനേറ്റവും നല്ലതായിട്ടുള്ള മാർഗം ബ്രഹ്മപഥത്തിൽ നമ്മുടെ മനസ്സിനെ സമർപ്പിക്കുകയാണെങ്കിൽ മായയിൽ നിന്നുള്ള മോചനം കുറേശ്ശെയെങ്കിലും കിട്ടും. അത് അടുത്ത ശ്ലോകത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. ബ്രഹ്മവും മായയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കുന്നത് കൊണ്ട്, മായയാൽ അഹംപ്രമത്തത കൊണ്ട്, ബ്രഹ്മത്തെ വിസ്മൃതിയിൽ ആഴുപോകുന്നത് കൊണ്ട് ഇതിലേതിലും നല്ലത് മനസ്സിനെ ബ്രഹ്മത്തിൽ സമർപ്പിക്കുന്നതാണ്. അത് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാനായിട്ട് സാധിക്കും നോക്കാം. താണങ് അഗാധമാങ്കൂപേയൊരു നരൻ വീണുപോയെങ്കിൽ അതിൽ നിന്ന് കയറുവാൻ വേണ്ടും വഴികളെ നോക്കാതെ ഈ കിണറുണ്ടായ കാരണമെല്ലാം അറിയുവാൻ ചിത്തത്തിൽ ആഗ്രഹം പൂണ്ടങ്ങ് നിൽക്കുന്നവൻ എത്തിയിടുമോ കരയ്ക്ക് എന്ന ഉപദേശം ഉൾക്കൊള്ളുന്ന വാക്യമാണ് ഭഗവാൻ പന്തളത്തരജന് മുൻപിൽ സമർപ്പിച്ചു. കിണറ്റിൽ വീണ് കിടക്കുന്നവൻ അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്തായിരിക്കണം? അവനൊരു കാരണവശാലും ആ കിണർ കുത്തിയതാരാ, ആ കിണർ കുഴിച്ചതാരാണ്, അവരുമായിട്ടുള്ള എന്ത് ബന്ധത്തിലായിരിക്കും ഇത് കുഴിച്ചത്, ഇത് വല്ലതും ആലോചിക്കേണ്ട കാര്യമുണ്ടോ? കിണറ്റിൽ വീണു, കിണറ്റിൽ നിന്ന് എങ്ങനെയും കരയ്ക്കെത്താനുള്ള മാർഗം ഏതാണോ ആ കരയ്ക്കെത്താനുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതായിരിക്കണം ഇവൻ്റെ ശ്രദ്ധയും ഇവൻ്റെ ആഗ്രഹവും. അതിനു പകരം ഈ കിണർ കുഴിച്ചവൻ ആരായിരിക്കും, ആ കിണർ കുഴിച്ചപ്പോൾ അവൻ എന്ത് നഷ്ടം വന്നിട്ടുണ്ടാവാം, ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അവന് ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ എത്ര അടി മുന്നോട്ടേക്ക് പോകാനായി സാധിക്കും എന്നുള്ളത് ആലോചിച്ചാൽ യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും, ഒരു കാരണവശാലും അവന് ആ കിണറ്റിൽ നിന്ന് എങ്ങനെ കരയ്ക്ക് കയറാം എന്ന് ചിന്തിക്കുന്നതിനു പകരം ഈ തരത്തിലുള്ള ബാലിശമായ ചിന്തകളെ അവനെ ഒരിടത്തും എത്തിക്കില്ല. ജീവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നു തന്നെയായിരിക്കണം. ജീവന്റെ ലക്ഷ്യം ഭഗവത്പാദാരവിന്ദങ്ങളിൽ ചെന്നെത്തുക എന്നത് മാത്രം. അതിന് തയ്യാറാവാതെ ലോകകാര്യങ്ങളെ മുഴുവൻ തൻ്റെ ശിരസിൽ എന്ന് വിചാരിച്ച് എന്നുള്ള ധാരണയോടുകൂടി കൊണ്ടുവരുമ്പോൾ ഒരു കാരണവശാലും അതിനും സാധിച്ചു എന്ന് വരില്ല എന്നത് മറക്കാതെ ഓർമ്മിക്കുക. കിണറ്റിൽ വീണവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എപ്രകാരവും ആഴത്തിൽ നിന്ന് എങ്ങനെ കിണറിൻ്റെ കരയിൽ എത്തിച്ചേരാം എന്നുള്ള
ആ പോം വഴി ആലോചിക്കും, അതായിരിക്കണം അവൻ്റെ. അതുപോലെ ജീവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിനൊരു വ്യക്തമായ ധാരണ വേണം. ജീവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നശ്വരമായ ശരീരം എന്നത് പഞ്ചഭൂതാത്മകമാണെന്നും സ്ഥൂല ശരീരം നാശമുള്ളതാണെന്നും ആ സ്ഥൂല ശരീരത്തിലല്ല ലഭിക്കേണ്ടുന്ന കാര്യങ്ങളെന്നും മറിച്ച് ലഭിക്കേണ്ടുന്നത് മനസ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നും രൂഢമൂലമാക്കുക. അതിനുശേഷമാണ് സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. അതിൽ കാരണ സൂക്ഷ്മ ശരീരങ്ങൾ എന്തെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ കാണപ്പെടുന്ന സ്ഥൂല ശരീരമാണ് എല്ലാം എന്ന് വിചാരിക്കുന്നവരാണ് നാമൊക്കെ. അതല്ല എന്ന് മനസ്സിലാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ചുറ്റും നമ്മുടെ ആചാര്യന്മാർ വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ രചിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ പന്തളത്തരജന് സ്വാമി നൽകുന്ന ഉപദേശങ്ങളും അതുതന്നെയാണ്. സൃഷ്ടിക്ക് കാരണഭൂതമായിട്ടുള്ള ആ ഒരു ശക്തിവിശേഷം അത് ഞാൻ തന്നെയാണെന്ന് വിചാരിക്കുക. സൃഷ്ടിയും സ്ഥിതിയും ലയവും പൂർണ്ണമായും എൻ്റെ ഉള്ളിൽ തന്നെ ആണെന്ന് മനസ്സിലാക്കുക. ഇത് എല്ലാം തീർന്നു കഴിയുമ്പോൾ സൃഷ്ടി ഉണ്ടാവണം എന്ന് തോന്നുമ്പോൾ എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ മൂന്നായി തിരികെയും സൃഷ്ടിയും സ്ഥിതിയും ലയവും പൂർണ്ണമായും നടക്കുന്നതിനും എനിക്ക് തന്നെയാണ് സാധിക്കുന്നത് എന്നും നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിരാട് രൂപം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ കാണിച്ചു കൊടുത്തതുപോലെ ഭഗവാൻ തൻ്റെ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നതിലൂടെയാണ് ഇവിടെ പന്തളത്തരജന് ഈ ബോധ്യം നൽകുന്നത്. ബ്രഹ്മത്തെ അറിയാനുള്ള ശ്രമം ആരംഭിക്കണമെങ്കിൽ ആയതിന് ബ്രഹ്മജ്ഞനായ ഗുരുവിൻ സഹായവും ഉപദേശവും അത്യന്താപേക്ഷിതമാണ്. അതില്ലാതെ സ്വയം ചിന്തിച്ച് സാധിക്കും എന്ന് വിചാരിക്കരുത്. ഭഗവാൻ പറഞ്ഞു നിർത്തി, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിനുള്ള ശ്രമം കുരുടന്മാർ ആനയെ കണ്ടതുപോലെയാകും. 5 കുരുടന്മാർ വലിയ സുഹൃത്തുക്കളാണ്. 5 പേരും അങ്ങേയറ്റം സുഹൃത്തുക്കളായതുകൊണ്ട് അവർ ആനയെ കാണാനായി പോകാൻ തയ്യാറായി. കണ്ടവരെല്ലാവരും ചിരിച്ചു. കാരണം 5 പേർക്കും കണ്ടുകൂടാ, ഒട്ടും കണ്ടുകൂടാ. നിങ്ങൾ എങ്ങനെ ആനയെ കാണും? ഞങ്ങൾ തപ്പി നോക്കി കാണും എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. ഏതായാലും തപ്പി നോക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ കുരുടന്മാർ ചെന്നെത്തി. ആനയുടെ സമീപത്ത് ചെന്നെത്തി. അവരെ നമുക്ക് ആനയുടെ സമീപത്ത് അങ്ങ് നിർത്താം. ഒരു പ്രധാനപ്പെട്ട കാര്യം ബഹുമാന്യരായ എൻ്റെ ശ്രോതാക്കളുടെ മുൻപേ സമർപ്പിക്കുകയാണ്. ശബരിമല തീർത്ഥാടന പര്യവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇപ്പോഴും തീർത്ഥാടനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാമിമാർ മകരവിളക്കും ദിവ്യജ്യോതിയും കാണാനായി തരം പാർത്തിരിക്കുന്ന ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാമിമാർ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നമ്മുടെ ഇരുമുടിക്കെട്ടിൽ 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് വസ്തുക്കളോ പ്രകൃതിക്ക് എതിരും നിൽക്കുന്നതായോ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു സാധനവും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വിഘാതമായി നിൽക്കുന്ന 2 സാധനങ്ങൾ, ഒന്ന് ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ തരുന്ന തേനും അതേപോലെ തന്നെ ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ തരുന്നതായ പനിനീരുമാണ്. ഇത് രണ്ടും നിങ്ങൾ കെട്ടുനിറയ്ക്കുന്നത് എവിടെയോ അവിടെ വച്ച് പൂർത്തിയാക്കി മാറ്റണം. അത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന ഈ തേൻ കൊണ്ട് പൂജാസാധനങ്ങൾ നിർമ്മിക്കാൻ തയ്യാറായിക്കൊണ്ട് ത്രിമധുരം തയ്യാറാക്കുക, ത്രിമധുരത്തിൽ ഒഴിക്കുക. രണ്ടാമത്തേത്, തീർച്ചയായിട്ടും പനിനീരുകൊണ്ട് നമ്മുടെ കളഭം കലക്കിയെടുത്ത് എല്ലാവർക്കും കൊടുത്താൽ സുഗന്ധം എല്ലാവർക്കും ലഭിക്കും. ഈ 2 കുപ്പികളും ഓരോ സ്വാമിമാരും അവരവർ കെട്ടു നടക്കുന്നിടത്ത് ഉപേക്ഷിച്ചാൽ ശബരിമലയിൽ അത്രയും മാലിന്യം കുറയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഒരു പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം തീർച്ചയായിട്ടും ഒരു സ്റ്റീൽ ഗ്ലാസും അതേപോലെ തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റും നിർബന്ധമായിട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുക. അങ്ങനെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പമ്പയിലാവട്ടെ സന്നിധാനത്താവട്ടെ ഞാൻ മുഖാന്തരം
ഒരു പ്ലാസ്റ്റിക് വസ്തുക്കളും ഈ സ്ഥലത്ത്, പവിത്രമായ ഈ സ്ഥലത്ത് ഒരു തരത്തിലുള്ള ഒരു മാലിന്യവും ഞാൻ സമർപ്പിച്ചിട്ടില്ല എന്ന് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ശബരിമലയെ സംബന്ധിച്ച് ഒരു കൃത്യമായ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിനുള്ള ശ്രമമാണ് നമ്മൾ എടുക്കേണ്ടത്. ശബരിമലയെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ശബരിമലയിൽ ഒരു കാരണവശാലും വൃത്തികേടുകൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ലീൻ ശബരിമലയാണ് എന്ന് ഉറപ്പാക്കുക. 2, അവിടുത്തെ ഹരിതാഭയ്ക്ക് യാതൊരു കോട്ടവും വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ശബരിമല ഗ്രീൻ ശബരിമലയാണ് എന്ന് ഉറപ്പുവരുത്തുക. 3, കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള നാശവും ഞാൻ മുഖാന്തരം വരുത്തില്ല എന്നുള്ളത് കൊണ്ട് ഡിവൈൻ ശബരിമല, പരിശുദ്ധമായ ശബരിമല എന്നതും. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ സൂക്ഷിക്കേണ്ട ആ ഒരു വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഗ്രീൻ, ക്ലീൻ ആൻഡ് ഡിവൈൻ ശബരിമല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പ് ശബരിമല ഏറ്റവും പവിത്രമായി ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അന്ധന്മാർ ആനയെ കണ്ട ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറയാം. 5 പേരാണ് പോയിട്ടുള്ളത്, മറക്കണ്ട. 5 അന്ധന്മാർ ആനയെ കണ്ടത് എങ്ങനെയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ ആനയെ കണ്ടതുപോലെയാണ് നമ്മളെല്ലാവരും ബ്രഹ്മത്തെയും മായയെയും കാണുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അന്ധന്മാരുടെ ആനയും നമ്മുടെ മായയും പവിത്രമായിട്ടുള്ള പരമാത്മത്തെയും എങ്ങനെ എന്ന് നമുക്ക് വിശദീകരിക്കാം. എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.